ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രി മുതൽ നാം ചിന്തിച്ചു തുടങ്ങിയത് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും അന്ത്യകാല സംഭവങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി 3 കാര്യങ്ങൾ ഇന്നലെ രാത്രി തൊട്ടുവച്ചു. അതിൽ കുറിവാക്യമായി 1 പത്രോസ് 4:7 എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. രണ്ടാമത്തെ കണ്ടൻ്റായി ഒരു മിലിറ്ററി ലോകത്തിൽ ആഞ്ഞടിച്ചു. IS ദാനിയേൽ 9:25-26 നിർണായകമായി വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിനോടനുബന്ധിച്ച് മൂന്നാമത്തെ തലമായി ഇന്ത്യയുടെ യന്ത്രവനിതയായ വ്യോമമിത്ര, അത് ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്യും. ഇന്ന് ജമൽസൺ ഇവിടെ നിന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞ സോഫിയ, ഏത് കാര്യം ചോദിച്ചാലും മറുപടി പറയും. 2017 സൗദി അവളെ പാസ്പോർട്ട് കൊടുത്തത് മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ. ഇവിടെ കൊണ്ട് നിർത്തിയാൽ ഉപ്പുതറയിൽ എത്ര പേരിരിക്കുന്നത് പുള്ളിക്കാരി മിനിറ്റ് കൊണ്ട് പറയും. ഇപ്പം ഔവാറിയുവിന് അവളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ സോഫിയ വേറൊരു കാര്യം പറയുന്നു, അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. സ്തോത്രം. മാര്യേജിൻ്റെ യന്ത്ര മനുഷ്യൻ കമ്പ്യൂട്ടർ. അതിന് നിതാന്തമായി നിങ്ങളുടെ ഗൂഗിൾ സംസാരിക്കുന്നത് കൊണ്ട് ഇന്നലെ രാത്രി വോയിസ് ട്രാൻസ്ലേറ്റിംഗ് ഡെഫിഷ്യൻസി സഭയെടുക്കപ്പെട്ടാൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. വിശുദ്ധ വെളിപ്പാട് 13:5 വമ്പും ദൂഷണവും പറയുന്ന നാവ് അതിന് ലഭിച്ചു. നാലാമത്തെ കാര്യമായി ഇന്നലെ രാത്രി മിൽക്കി വേ ഗാലക്സിയിൽ നമുക്ക് വേണ്ടി ഒരു വീടൊരുങ്ങി 6000 കമ്പാർട്ട്മെൻറ്റുകൾ പ്ലൂട്ടോയെ വെട്ടി വീട്. യഹൂദനോടുള്ള ബന്ധത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. സഭയാകുന്ന മണവാട്ടി വചനപ്രകാരം നിശ്ചയം ചെയ്ത കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ വീടൊരുക്കി നാഥൻ മടങ്ങി വരും എന്ന സന്ദേശത്തോടെ ഇന്നലെ രാത്രി അവസാനിച്ചത്. ഇന്ന് രാത്രി 3 കാര്യങ്ങൾ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കും. 1, ഇന്ന് ചൈനയിൽ ആഞ്ഞടിക്കുന്ന കൊറോണ വൈറസ്. 2, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പട്ടണമായ ഗുജറാത്തിൽ ഇന്ന് വെട്ടുക്കിളി. പാകിസ്ഥാനിൽ അടിയന്തരാവസ്ഥ. റൊമേനിയയിലും ഈ കിളി. ഇതെവിടുന്നാന്ന് ആർക്കും അറിയത്തില്ല. 3, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന മിസ്റ്റർ അമിത്ഷാ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു CIA അല്ലെങ്കിൽ NRC അല്ലെങ്കിൽ NPR, 1 man 1 bill 1 social security number. അതിനനുസരിച്ച് ഇന്ന് രാത്രി ഫാസ്റ്റാഗ് വരെ നിങ്ങളുടെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ലോകം എവിടത്തേക്ക്. ഇത്രയും കാര്യം പറയുമ്പോൾ ഇന്ന് രാത്രി പരിസമാപ്തിയിൽ ഇന്ത്യ റിലേറ്റഡ് ടു ഇസ്രയേൽ, കേരളം അതുകൂടെ അവസാനിക്കുമ്പോൾ ഇന്നലത്തെ രാത്രിയിലെ സന്ദേശങ്ങൾ പരിസമാപ്തിയിലെത്തും. ഇന്നലെയും വലിയ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയം തന്നു. ഇന്നലെ ചേൻ എന്നോട് പറഞ്ഞു 9 മണിക്ക് നിർത്താനാ. പക്ഷേ പോയ പോക്കി ഒരു 10 മിനിറ്റ് അധികമായി പോയി. എനിക്കും വളരെ ദുഃഖമുണ്ട്. ആരും എഴുന്നേറ്റ് പോയില്ല. നിങ്ങളുടെ സഹകരണത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. ഇന്ന് കൃത്യസമയത്ത് അവസാനിപ്പിക്കാം. നാളെ യോഗം ഉണ്ടല്ലോ. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. 5 മിനിറ്റ് പോയാലും അവസാനം ഒരു ചരണം പാട്ടുപാടി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച ആശീർവാദം പറയും. പ്രത്യേകിച്ച് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരുപാട് സെൻട്രൽ കൺവെൻഷനിലൊക്കെ ഞാൻ പ്രസംഗിക്കുക ദൈവാസന്മാർ വിട്ടിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇവിടുത്തെ സെൻറ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കറക്റ്റ് സമയം അവർ പാലിക്കുന്നുണ്ട്. ചില സെൻട്രൽ കൺവെൻഷൻ പോയ 8 മണിക്ക് മൈക്ക് കിട്ടു, 55 മിനിറ്റ് കൊണ്ട് നിർത്തിയേ വേണം. പോയി വന്നു. സ്തോത്രം. അങ്ങനെ ആകരുത്. കുമിളിക്കാരും ബാക്കിയുള്ളവരും ഒക്കെ വിട്ടിരിക്കുന്നു. വചനത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം. 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഈ പരസ്യമൊക്കെ കൊടുത്തതിന് ശേഷം യോഗ പരമ്പരകളിൽ പ്രസംഗിക്കാൻ അവസരം കൊടുക്കണം. പിന്നെ ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കഴിവത് സമയം താമസിച്ച് കിട്ടിയാൽ അത് പെട്ടെന്ന് നിർത്തിയിട്ട് കവർ കയ്യിലാക്കുക. അതുകൊണ്ട് അത് വരരുത്. നല്ല സമയം ദൈവമക്കൾ കൊടുക്കണം. അത് പ്രത്യേകിച്ച് ഞാൻ CSIയോടുള്ള ബന്ധത്തിൽ ഒത്തിരി പ്രസംഗിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ ചേലച്ചുവട് ബൈബിൾ കൺവെൻഷൻ വന്നതാണ്. ആ സമയത്ത് ചേലച്ചുവട് അവരെ ഗ്രൗണ്ടിലെ കൺവെൻഷൻ നടക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ഒരു കൈക്കാലനെ അച്ഛൻ അവിടെ ആക്കി ഒരു നോട്ട് ബുക്കും കൊടുത്തിരിക്കുക. എൻ്റെ സംശയം ഇനി പിരിവ് വല്ലതും മേടിക്കുകയാണോ? അത് മെയിൻ റോഡ്. ഞാൻ അച്ഛനോട് ചോദിച്ച് ഈ കപ്പ്യാർ എന്തിനാ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? പണം പിരിക്കാന്നേ വേണ്ട, എൻ്റെ കാശുകൊണ്ട് ഞാൻ തരാച്ച. അയ്യോ പാസ്റ്റർ മിണ്ടരുത്, ചില കള്ളന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ചാടിപ്പോകുന്നുണ്ട്, അവൻ്റെ പേരെഴുതിയെടുക്കാനാണ് ഞാൻ ആളെ ഇരുത്തിയേക്കുന്നതെന്ന്. ഞാൻ അച്ഛനോട് ചോദിച്ചു എന്തോ അതിൻ്റെ കാര്യം. അവൻ്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പോവിയല്ലെന്ന്. സ്വോത്രം. അത് കേട്ട്
പെന്തിക്കോസിലെ ദൈവദാസന്മാർ പേരെഴുതിയെടുക്കാൻ നിൽക്കരുതേ, വലിയ മോശമാണ്. അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ സത്യവചനം ഇന്ന് രാത്രി ദൈവജനം കേൾക്കട്ടെ. ഒരിക്കൽ കൂടി ഉപ്പുതറക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒന്നിനും എതിരല്ല. വരാൻ പോകുന്ന കാലങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി ചിന്തിക്കും. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വളരെ താമസിയാതെ അമരാവതിയിൽ കുമളിയിൽ ചർച്ച കൊണ്ട് കൺവെൻഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കട്ടപ്പന വരുന്നുണ്ട്, രാജാക്കാട് വരുന്നുണ്ട്, ഇരുമ്പുപാലം വരുന്നുണ്ട്. മിക്കവാറും ഹൈ റേഞ്ചിൽ ഈ ദിനങ്ങളിൽ മാറി മാറി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പ്രസംഗിക്കായിരിക്കും. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ശാരീരികമായിട്ട് നല്ല ക്ലേശമുണ്ട്, എങ്കിലും താമസിക്കാൻ നല്ല സൗകര്യവും അച്ചായൻ്റെ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ കൊണ്ടുതരിക. കഴിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രമേ ഉള്ളൂ വിഷയം. സ്വോത്ര ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ ലോക്കൽ സഭ, എൻ്റെ ദൈവദാസൻ, അവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഭക്ഷണമൊക്കെ തന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി യോഗം കഴിയും. നാളെ വെളുപ്പിന് ഞാൻ ഇവിടുന്ന് യാത്രയാകും. നാളെ മുതൽ നാഗർകോവിലിൽ കൊട്ടറക്കോണത്ത് കിടക്കുന്ന ഗിദെയോൻ ഗോസ്ബൽ മിഷൻ്റെ കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ പോകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 6 കാര്യങ്ങൾ തൊട്ടുവെച്ചുകൊണ്ട് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പ്രവേശിക്കും. ഇന്ന് നിങ്ങൾ കോട്ടയത്തോ എറണാകുളത്തോ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് ആദിമകാലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ ഫോൺ ചെയ്യും. സഹോദരിയോട് ചോദിക്കും ട്രെയിൻ എത്ര മണിക്ക്, കമ്പാർട്ട്മെൻറ്റ് ഏത് സമയം. ഇന്നത് ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ മൊബൈലിനോട് ചോദിച്ചാൽ മതി ട്രെയിൻ എത്ര മണിക്ക്, ഏത് ഫ്ലാറ്റ് പോവും, എവിടെ വരും. അവിടെ ചെല്ലുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി വിളിച്ചുകൊണ്ടിരിക്കും. ഗാഡി 1 നമ്പർ ഫ്ലാറ്റ് പോമേ, തോടി സി ദേർ ബാദ് പഹഞ്ചേക. തീർന്നില്ല. ചാർട്ടർ ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേര്, കോച്ച് നമ്പർ, TTRൻ്റെ കയ്യിൽ ലിസ്റ്റ്, ഇതെല്ലാം കാണും. ആധുനിക മീഡിയ, ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ മാതൃഭൂമി, ഇതെല്ലാം ഹെഡ്ലൈൻസ്, ഇതെല്ലാം എഴുതി കാണിക്കുന്നത് പോലെ വരവിൻ്റെ ലക്ഷണങ്ങൾ. ഇന്ന് രാത്രി ഉപ്പുതറ ചർച്ചിൻ്റെ ഗ്രൗണ്ടിൽ ഞാൻ നിൽക്കുമ്പോൾ 66 പ്രവചനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ ബൈബിളിനകത്ത് നിറവേറി. അതിൽ 6 കാര്യങ്ങൾ ഹെഡ്ലൈൻസ് അല്ലെങ്കിൽ ഫ്ലാഷ് ന്യൂസ് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് വചനത്തിലേക്ക് കടക്കും. നമ്പർ 1, ഇന്നത്തെ UN സെക്രട്ടറി ജനറലിൻ്റെ പേരാ അന്തോണീസ് ഗുട്ടറാസ്. അദ്ദേഹം 2019 ഒക്ടോബർ മാസം 4-ാം തീയതി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളിത് പൂട്ടിക്കുറ്റിയിടാൻ പോവുകയാണ്. ശ്രദ്ധയോടെ ഇരിക്കണം. 1-ാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെ ലക്ഷങ്ങൾ മരിച്ചു. അന്നേ ഒരു സംഘടന വന്നു, യുദ്ധം വേണ്ട. ആ സംഘടന സർവരാഷ്ട്ര സംഘടന. ദെൻ 1939 ഗോ ടു 1945, 1939 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം. അത് കഴിഞ്ഞപ്പോൾ ഒരു സംഘടന വന്നു, അവരുടെ പേര് യുണൈറ്റഡ് നേഷൻസ്, ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടന. അതിൻ്റെ സെക്രട്ടറി ജനറൽ ഇന്ന് ലോകത്തോട് പറയുന്നു, ഞങ്ങളെ കൊണ്ട് ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. 37,000 ജീവനക്കാർ, ഏകദേശം $28 കോടി മാത്രം ബാക്കി. അങ്ങനെയെങ്കിൽ ഒരു പ്രവചനത്തിന്റെ നിവർത്തി ഇവിടെ ശരിയാകുന്നു. അതാ 1-ാം ലോക മഹായുദ്ധം സർവരാഷ്ട്ര സംഘടന, 2-ാം ലോക മഹായുദ്ധം ഐക്യരാഷ്ട്ര സംഘടന. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സംഘടന പതറുമ്പോൾ പിൻപിൽ ഒരുവൻ എഴുന്നേറ്റ് വരുന്നു, പ്രവചനത്തിന്റെ നിവർത്തി. ദാനിയേൽ 8, 23, 24, 25. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല. അങ്ങനെയെങ്കിൽ കർട്ടന് പിൻപിൽ ഒരുവൻ എഴുന്നേറ്റു വരുന്നു. UN പൂട്ടിക്കുറ്റിയിടാൻ കാലമായി. 2, കേരളത്തിന്റെ ധനമന്ത്രി തോമസ് ഐസക് സാർ ഞെട്ടുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഞെട്ടുന്നു. കാര്യമെന്താ? ബാങ്കുകൾ കുറ്റിയിടാൻ കാലമായി, കൈവച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാം. കണ്ടില്ലേ? Paytm ചെയ്യൂ. വല്ലവരും കേട്ടിട്ടുണ്ടോ ഇത്? മൊബൈൽ വഴി കാര്യങ്ങളെല്ലാം ചെയ്യാം. Paytm ചെയ്യൂ. അവന്റെ തലവൻ വരുന്നു, അതിൻ്റെ പേരാ ബിറ്റ്കോയിൻ. ഞാനൊരു സാധനത്തെ പറ്റി വല്ലവരും കേട്ടിട്ടുണ്ടോ? എല്ലാ കറൻസിയും പോകാൻ പോവുക. സാത്താൻ്റെ ബാങ്ക് ഓപ്പണായി. ബിറ്റ്കോയിൻ നൗ, ബിറ്റ്കോയിൻ ഗോയിങ് $16,000, $16,000 മുകളിൽ. ഇതെവിടെ തുടങ്ങി? 2009 ജപ്പാനിൽ ഒരു ചെറുപ്പക്കാരൻ ആരംഭിച്ചു, സദാഷെ നക്കാമോട്ടെ. കമ്പ്യൂട്ടർ കറൻസി, ഏത് വഴിയും സാധനങ്ങൾ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാം. അതിന്ന് $16,000 മുകളിൽ. തീർന്നില്ല. ഇന്ന് ചൈനക്കാരൻ പറയുന്നു, വി വിൽ ആൾസോ ഗീവ് ലൈറ്റ് കോയിൻ, അഥവാ വേറൊരു കറൻസി അവൻ തരാം. ടാക്സ് വേണ്ട, വാറ്റ് വേണ്ട,
ചെക്ക് വേണ്ട, ലെഡ്ജർ വേണ്ട, ഒന്നും വേണ്ട. കമ്പ്യൂട്ടർ വഴി ഏത് കാര്യവും എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യാം. നൗ ബിറ്റ്കോയിൻ ഗോയിങ് $16,000. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? ആദ്യത്തെ ബിറ്റ്കോയിൻ കൊലപാതകം കേരളത്തിൽ. മലപ്പുറംകാര ഒരു ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടർ വഴി 485 കോടി രൂപ അടിച്ചു മാറ്റി. അവൻ മലപ്പുറത്ത് ആളെ അറിയിക്കാതെ ഉത്തരാഖണ്ഡിൽ പോയി. മലപ്പുറംകാർ ചെറിയ പുള്ളികളല്ല. അവൻ്റെ പുറകെ പോയി. അവനോട് ചോദിച്ചു പാസ്വേഡ്. അവൻ കൊടുത്തില്ല. അവൻ്റെ കഴുത്തറത്ത് കൊന്നു. ബിറ്റ്കോയിൻ കൊലപാതകം കേരളത്തിൽ. ആ കേസ് ഇന്ന് ആര് ക്രൈംബ്രാഞ്ച് കൈകാര്യം ചെയ്യുന്നു? ലീഡഡ് ബൈ DGP ലോക്നാഥ് ബെഹ്റ. ഉലകത്തിലെ ആദ്യത്തെ ബിറ്റ്കോയിൻ കൊലപാതകം കേരളത്തിനകത്ത്. ബൈബിളിനകത്തുണ്ടോ? സാത്താന്റെ ബാങ്ക് വരും, കമ്പ്യൂട്ടർ കറൻസി വരും ഒരുവന്റെ കയ്യിൽ. 2 തെസ്സലോനിക്കർ 2:6-7. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. നൗ ഗോയിങ് ബിറ്റ്കോയിൻ. മൂന്നാമത്തെ സംഭവം, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രയേലിനെതിരെ ഈ വർഷം ആക്രമണമുണ്ടാകും. അതിന് നിതാന്തമായ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുമായി കൈകൊടുക്കുന്നു. ഇസ്രയേലിന്റെ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കൈകൊടുക്കുന്നു. ഇന്ന് ഇറാന്റെ കയ്യിൽ സുന്ദരമായ ബലിസ്റ്റിക് സഹിതം മിസൈലുകൾ. പശ്ചിമേഷ്യയുടെ ദേശത്ത് ഒരു കലാപം പുകയുന്നു. അങ്ങനെയെങ്കിൽ ഇറാനെതിരെ ഇസ്രയേലിനെതിരെ ആക്രമണം വരുമോ? അതൊരു നിർണായക സംഭവം. മറ്റൊരിടത്ത് വരുമ്പോൾ മുഴുവൻ ഞാൻ വരച്ച് കാട്ടിത്തരാം. പ്രവചനം, സക്കരിയ പ്രവചനം 12:1-2-3. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി വെക്കും. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഇറാൻ ഈ തലമുറയിൽ ആക്രമിക്കാൻ പദ്ധതി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇറാന്റെ ഹസൻ റുഹാനി കഴിഞ്ഞാൽ അടുത്ത നേതാവ് ഖമർ സുലൈമാനി. അത് ഇസ്രയേൽ ടാർഗറ്റ് ചെയ്ത പരിപാടിയാ ചെയ്യിച്ചത് അമേരിക്കയെ കൊണ്ട്. ഒരുപക്ഷെ ഇറാനെ സുന്ദരമായിട്ട് ഇസ്രയേലിന് അടിക്കാം. പക്ഷേ ഇസ്രയേൽ ഇറാനെ അടിച്ചാൽ പശ്ചിമേഷ്യ തീരും, ലോകമഹായുദ്ധം നടക്കും. എന്നാൽ പ്രത്യാശയുള്ള ദൈവമക്കൾക്കറിയാം, ഈ ആക്രമണ പരമ്പര ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് കാൽവറി നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. 2020 നിങ്ങൾ കണ്ടതാ, സമയമില്ല, അതെല്ലാം നടക്കുന്നു. നാലാമത്തെ സംഭവം, ചൈനയുടെ സിൽക്ക് പാത. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഞാൻ ദുഃഖിപ്പിക്കുവാന്ന്. ഇതാ കിടക്കുന്നു ചൈനയുടെ സിൽക്ക് പാത. കേട്ടോ ഇതെന്തുവന്ന്? ദ സിൽക്ക് കോറിഡോർ ചൈന. ആസം ഇന്ത്യയുടെ നല്ല പട്ടണം. ഗോഹട്ടി. അവിടുന്ന് ഒരു മാരുതി 800 കാർ എടുത്താൽ 8 രാഷ്ട്രം കടന്നാൽ ബ്രിട്ടനിലെത്താം. ആ പാത ചൈനയുടെ സിൽക്ക് പാത എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പാതയുടെ പ്രത്യേകത, ബ്രിട്ടനിൽ നിന്ന് ഒരു സ്കെയിൽ എടുത്താൽ 3 പട്ടണങ്ങളിലേക്ക് കടക്കാം. 1 ഈജിപ്റ്റ്, 2 സിറിയ, 3 ഇസ്രയേൽ. അങ്ങനെയെങ്കിൽ ഈ പാത എന്തിനു വേണ്ടി? കുഞ്ഞുങ്ങളെ, ദൈവസഭ എടുക്കപ്പെട്ടാൽ 3 യുദ്ധം ഇവിടെ വരും. 1 മൂന്നാം ലോക മഹായുദ്ധം, 2 ഹർമഗദോൻ യുദ്ധം, 3 ഗോഗ് മാഗോഗ് യുദ്ധം. പട്ടാളത്തെ എത്തിക്കുവാൻ ചൈനയുടെ സിൽക്ക് പാത മുഴുവൻ പത്രങ്ങളിലും. അതിന് നിതാന്തമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ആസാമിൽ ഒരു പാലം ഉദ്ഘാടനം ചെയ്തു. ബോഗി ബീൽ 5 കിലോമീറ്റർ. ചൈനക്കാരൻ 55 കിലോമീറ്റർ ഒരു കടൽപ്പാലം ഉദ്ഘാടനം ചെയ്തു. വല്ലവരും ഇതൊക്കെ വായിച്ചായിരുന്നോ? ഓ, വളരെ മോശം. നമ്മളിത് വായിക്കത്തില്ലല്ലോ. കൂടത്തായിലെ ജോളി ചേച്ചി സൈനയുടെ എങ്ങനെ കലക്കി അമ്മച്ചിയെ തീർത്ത കഥ വായിച്ചുകൊണ്ടിരിക്കും. സ്വോത്രം. ഇതൊന്നും വായിക്കത്തില്ല. മനോരമ എത്ര പ്രാവശ്യം വന്നതാ ചൈനയുടെ സിൽക്ക് പാത. ബൈബിളിലുണ്ടോ ഈ റോഡ് വെട്ടും? യെശയ്യാ പ്രവചനം 19:23. അന്നാളിൽ അശ്ശൂരിൽ നിന്ന് മിസ്രയീമിലേക്ക് ഒരു പെരുവഴി ഞാൻ ഉണ്ടാക്കും. അതാണ് ചൈനയുടെ സിൽക്ക് പാത. 2 കാര്യം പറഞ്ഞ് നിർത്താം. 5ാമത്തെ സംഭവം, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. പണ്ടിത് പറഞ്ഞാൽ വല്ലവർക്കും അറിയാമോ? 1969 ജൂലൈ 20 നെയിൽ ആംസ്ട്രോങ്ങിന്റെ നേതൃത്വത്തിൽ മനുഷ്യൻ പോയി. എവിടത്തേക്ക് പോയി? 3.25 ലക്ഷം കിലോമീറ്റർ ചന്ദ്രൻ. നെയിൽ ആംസ്ട്രോങ് തീർന്നില്ല, ബാക്കി അദ്ദേഹത്തിന്റെ സഹചാരികൾ അവിടെ പോയി കൊടി ഉയർത്തി. കൊടി ഉയർത്തിയ സമയത്ത് എന്താ സംഭവിച്ചത്? ഇവിടെയുള്ള ഇടുക്കിക്കാർ, കട്ടപ്പനക്കാർ എല്ലാം പറഞ്ഞു അവര് ശാന്തമ്പാറ മലയിൽ പോയി കൊടി ഉയർത്തിയതാണ്. ഇടുക്കിക്കാർ പറഞ്ഞതാ. സ്വോത്രം. കാലം മാറി, കഥ മാറി. ഇപ്പോഴത്തെ സംഭവം
മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, ജോഗ്രഫിക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. മനുഷ്യൻ പോകുന്നു ചൊവ്വ, 5.25 കോടി കിലോമീറ്റർ, 125 ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിപ്പഴുക്കുന്ന ചൊവ്വയിലേക്ക് മനുഷ്യൻ പോകുന്നു. പേര് മാർസ് 1. ആരാ? പാലക്കാട്ടുകാരി ലേഖ, ശ്രദ്ധ. തിരുവനന്തപുരം സ്വദേശി പൂജപ്പുരക്കാരൻ രാകേഷ്. ഇവരെല്ലാം അന്യഗ്രഹങ്ങളിലേക്ക്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ മാർസ് 1ന്റെ പ്രോജക്റ്റ് ക്ലിയർ. 2035 അവർ പോകുന്നു ചൊവ്വയിലേക്ക്. ബൈബിളിലുണ്ടോ മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക്? ഒബദ്യാവിന്റെ പ്രവചനം 4. മനുഷ്യ, നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി ഉപ്പുതറ വിട്ടാൽ നമുക്ക് പോകാൻ മറ്റൊരു വീടുണ്ടോ? ആ വീട്ടിലേക്കായിരിക്കണം നമ്മുടെ നിത്യയാത്ര. തീർന്നില്ല. 6ാമത്തെ ഒരു സംഭവം, അരമണിക്കൂറിനുള്ളിൽ ഇസ്രയേലിനെ തീർക്കുമെന്ന് ഇറാൻ തീക്കളിയെന്ന് ട്രംപ്. അങ്ങനെയെങ്കിൽ ഇറാൻ ഇനിയും ആക്രമിക്കപ്പെടും. ഈ വർഷം വീണ്ടും പഠിക്കും. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാൻ അടിക്കും. അതിനുള്ള കാര്യങ്ങൾ നിവർത്തിക്കുന്നതിൻ്റെ കളിയ മിസ്റ്റർ ട്രംപ് മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ട് അകന്നുകൊണ്ട് ഇന്ത്യക്ക് കൈ കൊടുക്കുന്നു. ഇന്ത്യക്കാരെ നന്നാക്കാനൊന്നുമല്ല, പശ്ചിമേഷ്യയിൽ പിടിപോയാൽ ഇന്ത്യയിൽ പിടികിട്ടാൻ വേണ്ടി അദ്ദേഹം ഫെബ്രുവരി മാസം വരുന്നതെങ്കിൽ ഇറാൻ ഇനിയും ആക്രമിക്കപ്പെടും. ബൈബിളിലുണ്ടോ ഇറാൻ ആക്രമിക്കപ്പെടും? യെശയ്യാ പ്രവചനം 17:1. അവൻ ദമ്മശേക്കിന്റെ മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമായി കൂട്ടുന്നൊരു കാലം വരുമെങ്കിൽ. ഒലിവുമലയുടെ നെറുകയിൽ യേശു ശിഷ്യന്മാരോട് സംവദിച്ചപ്പോൾ പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കുക. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ഒരിക്കൽ കൂടി ഉപ്പുതറ സെന്ററിനോട് ദൈവദാസൻ എന്ന നിലയ്ക്ക് ഞാൻ അക്കമിട്ട് പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് അവസാനിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ ആകാശമണ്ഡലങ്ങളിലേക്ക് അവരുടെ കണ്ണുകളെ ഉയർത്തി നല്ല നാഥന്റെ വരവിൻ്റെ നാളേക്കായി പ്രത്യാശ കുതിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തിന്റെ വാക്കുകൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് പറയും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കറുത്ത പുസ്തകത്തിനകത്ത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ പ്രവചനത്തിന്റെ നിവൃത്തി ഉലകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മമണവാളനായ കർത്താവ് ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വെളിപ്പെടും. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-11 തിരുവെഴുത്തുകൾ. വിശുദ്ധ വെളിപ്പാട് 3-10-11 വാക്യങ്ങൾ വായിച്ചിട്ട് കുഞ്ഞേ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ദൈവസഭയോടുള്ള ദൂത്, ഞാനും നിന്നെ കാക്കും. അടുത്തത്, ഞാൻ വേഗം വരുന്നു. ഇന്ന് രാത്രി ഉപ്പുതറയിലെ ദൈവ കുഞ്ഞുങ്ങളെ, ഇതാ അവൻ വേഗം വരുന്നു. ഓരോരുത്തരും വായിക്കാൻ മുന്നേ, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം. ഇന്ന് രാത്രി ബാക്കി മുറുകെ പിടിച്ചു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഇന്ന് രാത്രി അത് മുറുകെ പിടിച്ചുകൊള്ളുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഇന്നലെ രാത്രി പ്രസംഗത്തിൻ്റെ മധ്യേ ഞാൻ പറഞ്ഞു, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മൃത്യു, കുടിലായാലും മരണം. കണ്ടോ KSRTCയുടെ വോൾവോ ബസ്, അതിനകത്ത് യാത്ര ചെയ്തിരുന്നവർ കോയമ്പത്തൂർ അവനാ സ്ട്രീറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നാൽ തിരുപ്പൂർ റോഡിൽ പ്രഭാതത്തിൽ 3:30 മണിക്ക് ഒരു ട്രെയിലർ ആ വണ്ടിയിലേക്ക് മറിയുവാനിടയായി തീർന്നു. 19 പേർ അരണ്ട പ്രഭാതത്തിൽ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു. സകലരും മലയാളികൾ. അതിലൊരു ചെറുപ്പക്കാരൻ എനിക്ക് നേരെ അറിയാവുന്ന വ്യക്തി കൂടാ. അവരെല്ലാം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കുഞ്ഞെ, ഇന്നലെ രാത്രി നമ്മൾ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഈ രാത്രിയിൽ പ്രത്യാശയോടെ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ദൈവം വീട് തന്നോ, കോടി തന്നോ, കമ്പ്യൂട്ടർ തന്നെന്നോ എന്നല്ല. നിങ്ങളുടെ കണ്ണിന് കണ്ണുനീരിൽ നിന്നും, കാലിന് വീഴ്ചയിൽ നിന്നും, പ്രാണന മരണത്തിൽ നിന്നും വിടുവിച്ച് ഒരു പ്രഭാതം കൂടെ കണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ ദേശത്തെയും നിങ്ങളുടെ ചാർച്ചക്കാരെയും കാണുവാൻ ദൈവം ഒരവസരം കൂടെ തന്നില്ലേ? അത് മാത്രം പോരെ കുഞ്ഞ്. 19 മലയാളികളുടെ ശവപ്പെട്ടികൾ ഈ പ്രഭാതത്തിൽ വരാൻ പോകുക. എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നിർണായകമായി ചിലർ സീരിയസിൽ,
ഒരപകടം വരാതിരുന്നത്, ഒരാപത്ത് വരാതിരുന്നത്, ഒരു നിലവിളി നിന്റെ ഭവനാങ്കണത്തിൽ ഉയരാതിരുന്നത്, ഇന്ന് രാത്രി കൈവിടാത്ത കർത്താവിൻ്റെ കരം നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും വഹിച്ചതിനായി കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിവേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പറുദീസേ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവം ഇന്ന് രാത്രി ദൂത സഞ്ചയമായി ഞങ്ങളുടെ നടുവിൽ അങ്ങാഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ മുറിഞ്ഞ കരമൊന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ നിന്നൊരു ശക്തി പുറപ്പെട്ടുവെങ്കിൽ അവിടെ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ മുറിഞ്ഞ കരം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്ന മഹാശബ്ദം, ഹല്ലേലൂയ. കാദേശ് മരുഭൂവിനെ നടുക്കുന്ന നിർണായക ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശക്തിയേറിയ ശബ്ദം ഇന്ന് രാത്രി ഉപ്പുതറ പട്ടണത്തിനകത്ത് ഇത് മുഴങ്ങുമ്പോൾ ചില പാപികൾ മാനസാന്തരപ്പെടട്ടെ. ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യമാകട്ടെ. ചില പാരമ്പര്യത്തിൻ്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ മദ്യപാനികൾ യേശുവിനെ കാണട്ടെ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇന്ന് രാത്രി ഒരു മടക്കത്തിൻ്റെ രാത്രിയിലേക്ക് വരുക. ഈ കൺവെൻഷൻ പരമ്പരകൾ മുഖാന്തരമായി മാറട്ടെ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ. ഉപ്പുതറ സെന്റർ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ദൈവദാസന്മാരും അനുഗ്രഹിക്കപ്പെടട്ടെ. നേതൃത്വം കൊടുക്കുന്നതിൻ്റെ ദാസൻ കുടുംബം, ഇതിൻ്റെ പിൻപിൽ കരയുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ഉപജീവനത്തിന് വേണ്ടി കൊതിക്കുന്നവർ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വയലിലേക്ക് കടക്കുവാൻ പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഉപ്പുതറ സെന്ററിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഈ തലങ്ങൾ ദിനങ്ങൾ തൊടുന്ന ദിനങ്ങളായി മാറട്ടെ. ഈ ഉപ്പുതറ പട്ടണം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നാനാജാതി മതസ്ഥർ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടക്കാർ, തൊഴിലാളികളെല്ലാം യഹോവയാൽ മാനിക്കപ്പെടട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഇവിടെ നിലനിൽക്കുന്നത് ഈ പട്ടണത്തിനൊരു അനുഗ്രഹമായി, കുടുംബങ്ങൾക്കൊരു സമാധാനമായി, ശാന്തിയുടെ ദിനങ്ങളായി, രോഗസൗഖ്യത്തിൻ്റെ ദിനങ്ങളായി, വിടുതലിൻ്റെ ദിനങ്ങളായി മാറുക ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, കഴിഞ്ഞ രാത്രി പ്രസംഗിച്ചതിൻ്റെ മഹത്വമല്ല, ഇന്ന് രാത്രി ഒരു ദിനം കൂടി ഒരു അന്ത്യകാലത്തിൻ്റെ ദൂതുമായി ഈ എളിയവൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. മഹാദൈവമേ, അടിയനോട് കൂടെ ഇരിക്കണമേ. നല്ല നിലത്തെ വീണ വിത്തുപോലെ ഒരു അന്ത്യകാലത്തിൻ്റെ ദൂതെടുത്ത് വരവിന് വേണ്ടി ഒരു കൂട്ടത്തെ വാർത്തെടുക്കുവാൻ ഈ സന്ദേശങ്ങൾ മുഖാന്തരമാകണമേ. ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ പ്രശസ്തിയോ ഒന്നും ഇവിടെ ഉയരരുതപ്പച്ചാ. ഇന്ന് രാത്രി നാഥൻ്റെ നാമം മാത്രം ഈ സെൻട്രൽ കൺവെൻഷനിൽ ഉയരണം. ആദ്യോടന്തത്തിന് സാന്നിധ്യത്തിൽ മറയ്ക്കണം. ഞങ്ങളുടെ എല്ലാ മക്കളെയും ദൈവം കാക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന മാനിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം ഒന്ന് തൊട്ട് വെച്ചുകൊണ്ട് വെളിപ്പാടിലേക്ക്. വിശുദ്ധ തിരുവെഴുത്തിൽ 39, 27, 66 ഗ്രന്ഥങ്ങളും 1189 അധ്യായങ്ങളും 31,273 വാക്യങ്ങളും. പഴയ നിയമവും 5 തലം, പുതിയ നിയമവും 5 തലം. 1-ാം തല സുവിശേഷത്തിൻ്റെ ഏടുകൾ മശിഹാത്വം, ദാസത്വം, ദൈവത്വം, പുത്രത്വം. രേഖകൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 2 സഭയുടെ ചരിത്രം, അപ്പോസ്തല പ്രവൃത്തി, ലൂക്കോസ് വൈദ്യൻ. 3 6-ാം പുസ്തകം, ധന്യനായ പൗലോസ് ലീഗ റോമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ റോമാലേഖനം. വിശ്വാസത്തിൻ്റെ പ്രതിബിംബം, രക്ഷ, സ്നാനം, മാനസാന്തരം, വേർപാട്, വരുവാനിരിക്കുന്ന നിത്യത, വിശുദ്ധി. കോരിന്ത്യ ലേഖനം അടിവരയിട്ട ഉപദേശം. തിമത്തിയോസ് പത്യോപദേശത്തിൻ്റെ കാതലികമായ നിഷത്തുകൾ. അതിനകത്ത് തെസ്സലോനിക്ക ലേഖനത്തിൽ പീഡയുടെ നിറവിലും തൻ്റെ മക്കളെ കാന്തൻ ചേർക്കുവാൻ വരും. വലിയ ലേഖനം. ചെറിയ ലേഖനങ്ങളിൽ ഇന്നലെ തൊട്ട പത്രോസ് ലീഗ തീർന്നില്ല. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, തീത്തോസ്, യാക്കോബ്. അവസാന ലേഖനമാ ഒറ്റ ലേഖനത്തിൻ്റെ നിവൃത്തിയിൽ യൂദ. പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ. പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യൂദ
ഈ സ്വത്രാഴ്ച പാത്രം അടിച്ചുകൊണ്ട് പോയാലും കുഴപ്പമില്ല, അവരൊരു ലേഖനം എഴുതിയെന്ന്. ആ യൂതയല്ല ഈ യൂത. യേശുവിൻ്റെ അമ്മച്ചി മറിയാമ്മച്ചി നിത്യ കന്യകയല്ല, യേശു ജനിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ, അതിലൊന്നാ യൂത. ഒറ്റ ലേഖനം എഴുതിയോളൂ, അനുഗ്രഹിക്കപ്പെട്ട ലേഖനം. ആദം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു: ഭക്തിയോടെ ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ നേരോടെ മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ 10,000 പേർ സുന്ദരനായി തൻ്റെ വിശുദ്ധന്മാരുമായി നാഥൻ മധ്യാകാശത്തിൽ വരും. തീർന്നില്ല, ഉപ്പുതറയിൽ അഭക്തിയോടെ ദൈവഹിതമല്ലാതെ കഞ്ചാവും അടിച്ച് മദ്യവും അടിച്ച് നാട്ടുകാരന് പാരയും വെച്ച് നടക്കുന്ന എല്ലാവരെയും ന്യായം വിധിക്കുവാൻ ന്യായാധിപതിയായി കർത്താവ് വരും. തീർന്നില്ല, അതിനുശേഷം വീണ്ടും യൂത എഴുതിയിട്ടുണ്ട്: അന്ത്യകാലത്ത് ചിലർ ദൈവസഭകളിൽ നുഴഞ്ഞു കയറും. ഇത് പാട്ട് പാടിയപ്പം ചെറുപ്പം നമ്മുടെ ജമൽസൻ പറഞ്ഞു കേട്ടില്ലേ, ദുരുപദേശക്കാർ. തീർന്നില്ല, വീണ്ടും ആ കാര്യം പറയാതെ പോകരുത്. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സ്വന്തം മോഹങ്ങൾക്കൊത്ത പരിഹാസികൾ ദൈവസഭയിൽ. യേശു ആരും നിങ്ങളെ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ, ആ കാലം എപ്പോഴെന്നറിയാകുക. തീർന്നില്ല, പൗലോസ്ലീഹ ധന്യൻ ചൊല്ലിക്കൊണ്ട് വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ. അർത്ഥം, ദൈവവചനം പ്രസംഗിക്കത്തില്ല, രക്ഷ പ്രസംഗിക്കത്തില്ല, മാനസാന്തരം പ്രസംഗിക്കത്തില്ല, ഉപദേശം പ്രസംഗിക്കത്തില്ല. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ, കടഭാരം, ദ്വന്ദ്വയുദ്ധം, സുനാമി, ഡുനാമി, കവിഞ്ഞൊഴുകും, കോക്സ ഇതൊന്നും ബൈബിളിലില്ല. ആ പാവപ്പെട്ട സക്കായി കുറച്ച് കാശ് അടിച്ച് മാറ്റി പള്ളിയുടെ കഴിക്കോലയിൽ നിന്നിട്ട് ഒറ്റ പോക്ക് റോക്കറ്റ് പോലെ. കർത്താവ് ഇവനെ കണ്ടു. ഉടനെ സക്കായിയോട് 4 മുദ്രാവാക്യം പറഞ്ഞില്ല: മിസ്റ്റർ സക്കായി, യു വിൽ കം ഡൗൺ, ഫസ്റ്റ് സൺഡേ ഐ വിൽ ഗീവ് യു ആക്റ്റീവ, 1-ാം ഞായറാഴ്ച ആക്റ്റീവ തരാമെന്ന് പറഞ്ഞില്ല. സെക്കൻഡ് സൺഡേ ഐ വിൽ ഗീവ് യു സ്വിഫ്റ്റ് ഡിസയർ തരാമെന്ന് പറഞ്ഞില്ല.